തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ തമിഴ്നാട്ടിൽ പ്രചാരണം സജീവമാക്കി മുന്നണികൾ. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് തിരുവള്ളൂരിലും റാണിപ്പേട്ടയിലും പ്രചാരണം നടത്തും. തീരദേശ മേഖലയിലാണ് പ്രതിപക്ഷ നേതാവ് എടപ്പാളി പളനിസ്വാമിയുടെ പ്രചാരണം. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എങ്ങനെ പുരോഗമിക്കുന്നു പ്രചാരണം? അജിംസ്, വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. DMK നേതാവ് കൂടിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ വിവിധ ഇടങ്ങളിൽ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പളനിസ്വാമിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പളനിസ്വാമി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഇന്നും തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വോട്ടഭ്യർത്ഥന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം TVKയുടെ സാന്നിധ്യമാണ്. തമിഴക വെട്രിക്കഴകം എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കും? നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVKയുടെ വലിയ പ്രചാരണ പരിപാടികളൊക്കെ വിവിധയിടങ്ങളിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. ഇന്നലെ കന്യാകുമാരിയിൽ വലിയ ജനാവലി നമുക്ക് കാണാനാകുമായിരുന്നു. അങ്ങനെ വിവിധയിടങ്ങളിൽ TVKയും വലിയ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. AIADMKയുടെ കൂടിയാണ് BJP ഉള്ളത്. BJPയുടെ പ്രചാരണ പരിപാടിക്ക് കൊഴുപ്പേക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. മറ്റന്നാളാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടെ AIADMK NDA സഖ്യം കൂടുതൽ സജീവമാകും എന്നതിൽ സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിലാണ്. ഇവിടെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. DMKയുടെ നേതാവ് കൂടിയായിട്ടുള്ള മുൻ DMK നേതാവ് സെന്തിൽ ബാലാജിയാണ് ഒരു പ്രധാനപ്പെട്ട കക്ഷി. അതുപോലെ തന്നെ AIADMKയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമ്മൻ കെ അർജുനുമാണ് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ. രണ്ടുപേരും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. ഇപ്പോൾ അമ്മൻ കെ അർജുൻ്റെ പ്രചാരണ പരിപാടി ഉച്ചവരെയുള്ള പരിപാടികൾ കഴിഞ്ഞ് ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി നേതാക്കളുമായിക്കൊണ്ടും അണികളുമായിക്കൊണ്ടുള്ള ചർച്ചകളാണ്. വൈകിട്ട് 4 മണിയോട് കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾ ഇന്ന് ആരംഭിക്കുക. ഏതായാലും വലിയ പ്രചാരണ പരിപാടികൾ തന്നെയാണ് വിവിധയിടങ്ങളിലുള്ളത്. മണ്ഡലം അതുപോലെ തന്നെ ഈ പൊതുവായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം AIADMKയും അതുപോലെ തന്നെ TVKയും DMKക്കെതിരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ വോട്ട് വിഭജിക്കപ്പെടുകയാണെങ്കിൽ DMKക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രി സ്റ്റാലിനുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനും ഒക്കെ ഉള്ളത്. ഏതായാലും വിവിധ തലങ്ങളിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നണികളും സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോവുകയാണ്. ഇനി കേവലം 9 ദിവസം മാത്രമേ പ്രചാരണത്തിനുള്ളൂ. അത് പരമാവധി വോട്ടാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. അജിംസ്.